സംഘർഷ കേസിൽ സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി അറിയിച്ച കേന്ദ്ര സർക്കാർ 4 പേർ കൊല്ലപ്പെടുകയും 150-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഗുരുതര സംഘർഷത്തിലാണ് സോനം വാങ്ചുക്ക് അറസ്റ്റിലാകുന്നത്. ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതായും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ അറിയിച്ചു. വാങ്ചുക്കിനെ മോചിപ്പിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിക്കുന്നത്? വിഷ്ണു, ലഡാക്കിലെ സംഘർഷത്തിന്റെ സൂത്രധാരൻ സോനം വാങ്ചുക്ക് ആണെന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും അയാളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന NGO-കളുടെ ഫണ്ടിംഗ് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയും സംഘർഷമുണ്ടാക്കാൻ സോനം വാങ്ചുക്ക് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകളും റിപ്പോർട്ടുകളും കോടതിക്ക് മുൻപിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തിച്ചിട്ടുണ്ട്. സോനം വാങ്ചുക്കിന്റെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളും പ്രസംഗവും ഇടപെടലുകളുമാണ് ലഡാക്കിൽ 4 പേരുടെ മരണവും 150-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള സംഘർഷത്തിലേക്ക് വഴിവെച്ചത് എന്ന് വളരെ കൃത്യമായി അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ കേസിൽ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടരുന്നതിനാൽ ജയിൽ മോചനത്തിന് ഏതെങ്കിലും തരത്തിൽ സാധ്യതകളുണ്ടോ, അത് പരിഗണിക്കാവുന്നതാണോ എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യം. അതിനാണ് വിശദമായൊരു സത്യവാങ്മൂലം നിലവിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. ആ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഒരു കാരണവശാലും സോനം വാങ്ചുക്കിന്റെ ജയിൽ മോചനം സാധ്യമല്ല. വളരെ ഗുരുതരമായ കേസാണത്. സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 150-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ സംഘർഷത്തിന്റെ സൂത്രധാരൻ സോനം വാങ്ചുക്കാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ഗുരുതരമായ കണ്ടെത്തലാണ് ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. സോനം വാങ്ചുക്കിന് ജയിൽ ചട്ടങ്ങൾ അനുസരിച്ച് ചികിത്സയും ആരോഗ്യ പരിപാലനത്തിനുള്ള സൗകര്യങ്ങളും നൽകുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. വിഷ്ണു. ശരി, ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.